BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ആംബുലൻസിലും തുടർന്ന് കണ്ടെയ്നർ ലോറിയിലും ഇടിച്ചുണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ബ്രേക്ക് നഷ്ടമായെന്ന് ബസ് ഡ്രൈവർ അലറി വിളിക്കുന്നതിന്റെ ദൃശ്യമാണ് പുറത്തുവന്നത്. ഡ്രൈവർ കണ്ടെയ്നർ ലോറിയിൽ ബസ് ഇടിച്ച് നിർത്തിയതോടെയാണ് വൻ അപകടം ഒഴിവായത്. ബസ്സിലെ യാത്രക്കാരായ 50 പേർക്ക് പരിക്കേറ്റിരുന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്നും സ്ട്രെച്ചറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വീട്ടമ്മ ഇടിയുടെ ആഘാതത്തിൽ ആംബുലൻസിൽ കുടുങ്ങി. രക്ഷാസേനയും മുളവുകാട് പോലീസും എത്തിയാണ് ഇവരെ പുറത്തെടുത്തത്. എറണാകുളത്ത് നിന്ന് ലൈറ്റ് ഹൌസ് വഴി ചാപ്പ കടപ്പുറത്തേക്ക് ചീനിക്കാസ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വൈകിട്ട് 6:10 പുറപ്പെട്ട ബസ് ഗോശ്രീ 2ാം പാലം ഇറങ്ങിയ ശേഷം മുൻപിൽ പോയ ആംബുലൻസിൽ ഇടിച്ച ശേഷം കണ്ടെയ്നർ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ബസിന്റെ മുൻഭാഗം തകർന്നു. ബ്രേക്ക് തകരാറാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തെ തുടർന്ന് ഗോശ്രീ റോഡിൽ 2.5 മണിക്കൂർ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. ക്രെയിൻ ഉപയോഗിച്ച് ബസ് നീക്കിയതോടെ രാത്രി 8:45 മുതൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി എറണാകുളം ജില്ലയിലെ ആദ്യ സർക്കാർ ഗ്രീൻ ക്യാമ്പസായി മണിമലക്കുന്ന TM ജേക്കബ് മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിനെ പ്രഖ്യാപിച്ചു. തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യാമോൾ പ്രകാശ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അനൂപ് ജേക്കബ് MLA പ്രഖ്യാപനം നടത്തി. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ മാലിന്യ പരിപാലനം, ജൈവ വൈവിധ്യം, കൃഷി, ഊർജ്ജ സംരക്ഷണം, ജലസുരക്ഷ, ഹരിത പെരുമാറ്റച്ചട്ടം, മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ഗ്രേഡിംഗിൽ A+ നേടിക്കൊണ്ടാണ് കോളേജ് ഈ അംഗീകാരം നേടിയത്. തിരുമാറാടി ഗ്രാമപഞ്ചായത്ത്, ഹരിത കേരള മിഷൻ, കോളേജിലെ NSS യൂണിറ്റ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നേട്ടം കൈവരിക്കാനായത്. ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിന്റെ അടുത്ത 6 മാസത്തെ കർമ്മ പദ്ധതിയുടെ പ്രകാശനം മുൻ MLA MJ ജേക്കബ് പഞ്ചായത്ത് സെക്രട്ടറി PP റെജിമോന് നൽകി നിർവഹിച്ചു. മണിമലക്കുന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ K മണിലാൽ സ്വാഗതം പറഞ്ഞു. യോഗത്തിൽ ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ A സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MM ജോർജ് ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ രമ മുരളീധര കൈമൾ, ഗ്രാമപഞ്ചായത്ത് അംഗം ആതിര സുമേഷ്, VO R പ്രിയരഞ്ജൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീകല അഭിനോയ്, NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ JG നിർമ്മൽ ബാബു, ഹരിത കർമ്മസേനാംഗങ്ങൾ, NSS വോളണ്ടിയർമാർ എന്നിവർ പങ്കെടുത്തു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി കൈ എന്ന പേരിൽ തൃപ്പൂണിത്തുറ ചോയ്സ് സ്കൂൾ ഒരുക്കുന്ന ചിത്ര പ്രദർശനവും വിൽപ്പനയും ഫോർട്ട് കൊച്ചി ഡേവിഡ് ഹാൾ ചോയ്സ് ഫൗണ്ടേഷൻ സ്ഥാപകൻ ജോസ് തോമസ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ റേച്ചൽ ഇഗ്നീഷ്യസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റുഡൻസ് കൾച്ചറൽ സെക്രട്ടറി മിഷേൽ ചാൾസ്, പെയിന്റിംഗ് ഇൻസ്ട്രക്ടർ രഞ്ജിത്ത് ലാൽ എന്നിവർ പ്രസംഗിച്ചു. വയനാടിന് കൈത്താങ്ങാകാനായി കുട്ടികൾ വരച്ച ചിത്രങ്ങൾ ഒരു സ്കൂൾ ആദ്യമായാണ് പ്രദർശനത്തിന് ഒരുക്കിയിരിക്കുന്നത്. പ്രദർശനം ഒക്ടോബർ 3 വൈകിട്ട് 5-ന് അവസാനിക്കും. കോവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗനവാടികൾ ഹരിതാഭമാകുന്നു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ അംഗൻവാടികൾ ഹരിത സ്വഭാവം കൈവരിക്കുന്നത്. ഹരിത കേരള മിഷനും ISTSുമായി ചേർന്നാണ് 150 അംഗൻവാടികളിൽ പദ്ധതി നടപ്പാക്കുന്നത്. പ്ലാസ്റ്റിക് ഉപയോഗം തീർത്തും ഒഴിവാക്കി അംഗൻവാടികൾ പ്രവർത്തന സജ്ജമാക്കും. ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഡിസ്പോസബിൾ വസ്തുക്കൾ തീർത്തും ഒഴിവാക്കും. പുനരുപയോഗിക്കാൻ കഴിയുന്നതും പുനഃചക്രമണം ചെയ്യാൻ കഴിയുന്നതുമായ വസ്തുക്കൾ മാത്രമേ ഉപയോഗപ്പെടുത്തുകയുള്ളൂ. പ്രകൃതി സൗഹൃദ പാത്രങ്ങൾ സജ്ജീകരിക്കും. ഉപയോഗശൂന്യമായ ഫർണിച്ചറുകളും ഈ മാലിന്യവും നീക്കം ചെയ്യും. ജൈവ മാലിന്യ സംസ്കരണത്തിന് ബിന്നുകൾ സ്ഥാപിക്കും. ഈ വർഷം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തും. പരിമിതമായ സ്ഥലമെങ്കിലും ലഭ്യമാക്കി ജൈവ പച്ചക്കറി പൂന്തോട്ടവും സജ്ജീകരിക്കും. ശുദ്ധജലം മിതമായി ഉപയോഗിക്കുന്നതിനുള്ള ബോധവൽക്കരണം ജീവനക്കാർക്ക് നൽകും. വൈദ്യുതി ഉപയോഗം ലഘൂകരിക്കും. ശുചിമുറികൾ ശിശു സൗഹൃദവും വൃത്തിയുള്ളതുമായി മാറും. ഇത്തരം ക്രമീകരണങ്ങളോടെയാണ് ഹരിത അംഗൻവാടികൾ പ്രവർത്തന സജ്ജമാക്കുന്നത്. പദ്ധതിയുടെ പ്രഖ്യാപനം ഗാന്ധി ജയന്തി ദിനമായ ബുധനാഴ്ച രായമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഇരുവിച്ചർ അംഗൻവാടിയിൽ ഇൽഡോസ് കുന്നപ്പള്ളി MLA നിർവഹിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AT അജിത് കുമാർ അറിയിച്ചു. ആലുവ നഗരമധ്യത്തിൽ ഒത്തുചേരലുകൾക്ക് പുതിയൊരു വേദിയൊരുക്കി നഗരസഭ. KSRTC ബസ് സ്റ്റേഷന് സമീപം
സമീപമാണ് ഉമ്മൻചാണ്ടി സ്ക്വയർ എന്ന പേരിൽ തുറന്ന വേദി തയ്യാറാക്കിയിരിക്കുന്നത്. തുറന്ന വേദിയും 5500 ചതുരശ്ര അടി വിസ്തീർണവുമുള്ള ഓപ്പൺ യാർഡും ഉൾപ്പെടെയുള്ള സ്ക്വയർ വ്യാഴാഴ്ച ആരംഭിക്കും. നിർമ്മാണത്തിന് 15 ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത്. പൊതുസ്ഥലങ്ങളിലെ യോഗങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ നഗരത്തിൽ ഇതിനുള്ള വേദികൾ കുറഞ്ഞു. ഇതിനൊരു പരിധിവരെ പരിഹാരമാകും. ഈ സ്ഥലം രാപ്പകൽ വ്യത്യാസമില്ലാതെ സാമൂഹിക വിരുദ്ധർ താവളമാക്കി മാറ്റിയിരുന്നു. ഇതേ തുടർന്ന് ജനങ്ങളുടെ സ്വൈരജീവിതം തടസ്സപ്പെട്ടതും ഈ ഭാഗത്തിന്റെ വികസനം മുൻനിർത്തിയുമാണ് സ്ക്വയർ രൂപപ്പെടുത്തിയത്. രാത്രി മതിയായ വെളിച്ചം ഉറപ്പുവരുത്തുന്ന ലൈറ്റിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്ഘാടനം വ്യാഴാഴ്ച വൈകിട്ട് 4:30 ബെന്നി ബെഹനാൻ MP നിർവഹിക്കും. അൻവർ സാദത്ത് MLA അധ്യക്ഷത വഹിക്കും. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.